ഈ വരുന്ന ഓണം എക്സാമിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നൗൺ ഫ്രേസ് അതുപോലെ തന്നെ വെബ് ഫ്രേസ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു മോഡൽ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി തരും. നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്താൽ മതി. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നമുക്ക് മെഗാ മാരത്തോൺ ഒക്കെ വരാനുണ്ട്, അതൊക്കെ സെറ്റ് ആക്കണം നമുക്ക്. ഏതായാലും നോൺ ഫ്രേസ് വെബ് ഫ്രേസിലേക്ക് വരുന്ന സമയം നോക്കിക്കോ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. 2025 കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിന് കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. റീഡ് ദ സ്റ്റുഡൻസ് ഗിവൺ ബിലോ, റീഡ് ദ സെന്റൻസ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ നോൺ ഫ്രേസ്, സബ്ജക്ട് പൊസിഷൻ ആൻഡ് ദ വെബ് ഫ്രേസ്. താഴത്ത് തന്നിട്ടുള്ള ഈ ഒരു രണ്ട് സെന്റൻസിന്റെയും നൗൺ ഫ്രേസ് ഏത് വെബ് ഫ്രേസ് ഏത് എന്ന് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കി സെറ്റ് ആക്കി കൊടുക്കണം. അതിന് നമുക്ക് എന്താണ് നൗൺ എന്നറിയണം, നൗൺ ഫ്രേസ് എന്നറിയണം. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. അതൊരു നൗൺ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിന്റെ കൂടെയുള്ള മോഡിഫൈങ് വേർബ് കൂടി, വേർഡുകൾസ് കൂടിയുണ്ട്. അതായത് ഈ ഒരു ന്യൂ കാർ, ദ ന്യൂ റെഡ് കാർ ഈസ് മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് എന്തിനെ പറ്റിയിട്ടാണ് ഈ സെന്റൻസ് പറയുന്നത്. കാറാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇതിനെ പറയുന്നത് കാറിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത് ശരിയാണ്, ഓക്കെ ആണ്, സെറ്റാണ്. എന്നിട്ടോ ആ കാറിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡുകൾ ഏതൊക്കെയാ? റെഡ്, അത് ചുവന്ന കാറാണ്. അത് ന്യൂ റെഡ് കാറാണ്. പിന്നെ ഒരു ആർട്ടിക്കിളും ചേർത്തു. ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന ഒരു ഓക്സിലറി വേർബ് നിങ്ങൾ കണ്ടോ? ആ ഓക്സിലറി വേർബോ എവിടെയാണോ തുടങ്ങുന്നത് അതിനുശേഷമുള്ളതൊക്കെ വേർബ് ഫ്രേസും നമ്മുടെ മെയിൻ നൗണും ആ നൗണിന്റെ മോഡിഫയേഴ്സും അതിന്റെ കൂടെ വരുന്ന ആർട്ടിക്കിൾസും അടങ്ങുന്ന ഈ ഒരു സെക്ഷന് പറയുന്ന പേരാണ് നൗൺ ഫ്രേസ്. എന്താണ്? നൗൺ ഫ്രേസ്. ഇപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ നൗൺ ഫ്രേസ്. അതിനുശേഷമുള്ള ഓക്സിലറി വേർബോ എവിടെയാണോ ഓക്സിലറി വേർബ് എവിടെയാണോ സ്റ്റാർട്ടിങ് അതിനുശേഷമുള്ളത് എന്തായിരിക്കും? വേർബ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കൊരു പ്രിപ്പോസിഷൻ വരികയാണ് അല്ലേ? അതായത് ദ ന്യൂ റെഡ് കാർ ഇൻ ദ കോർണർ, ആ മൂലയിലുള്ള റെഡ് കാർ. ഓക്കെ, അതായത് ഇൻ ദ കോർണർ എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണ്, ഇൻ എന്നുള്ളത്. അങ്ങനെ പ്രിപ്പോസിഷൻസ് ചിലപ്പോൾ എന്ത് വരും? പിന്നെ നമ്മുടെ വെബ് ഫ്രേസിലും വരും, നൗൺ ഫ്രേസിലും വരും. സോ ആ ഒരു പ്രിപ്പോസിഷൻ ഏത് സെഗ്മെന്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെഗ്മെന്റിന്റെ കൂടെ ഉള്ളതായിരിക്കും, അത് നൗൺ ഫ്രേസിന്റെ കൂടെ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ വെബ് ഫ്രേസിന്റെ കൂടെ ഉള്ളതായിരിക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ന്യൂ റെഡ് കാർ ഇൻ ദ കോർണർ ഈസ് മൈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ ദ കോർണർ എവിടെയാണ്? എന്തിനെ പറ്റിയ? കാറിനെ പറ്റിയാ പറയുന്നത്. സോ അതെന്താണ്? നൗൺ ഫ്രേസിന്റെ കൂടെയാണ്. അതും കൂടി ശ്രദ്ധിക്കുക, അതും കൂടി സെറ്റാക്കുക. വെബ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മെയിൻ വേർബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലിങ്കിങ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ്, അതിനുശേഷം വരുന്ന സെഗ്മെന്റിന് പറയുന്ന പേരാണ് വെബ് ഫ്രേസ്. ഇവിടെ വാസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വാസ് വാക്കിംഗ് ക്വിക്ക്ലി ടു ദ ഹൗസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് സംഭവം എന്താണ്? നൗൺ ഫ്രേസ് ആണ്. ഹി എന്നുള്ളത് മാത്രമാണ്, മീൻസ് അതൊക്കെ വെബ് ഫ്രേസ് ആണ്. ഇത് മാത്രമാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഈ ഹി മാത്രമേ ഇവിടെ നൗൺ ഫ്രേസ് ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? വെബ് ഫ്രേസ് ആണ്. യെസ്, റെഡി. ഈ ഒരു രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സെറ്റ് ആക്കാൻ പറ്റും. നോക്കിക്കോ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. My favorite book is on the table. The blue sky looks so clear today. The tall boy in the corner is my cousin. ഇതൊക്കെ ഞാൻ നൗൺ ഫ്രേസ് എവിടെ വരിക എന്നുള്ളത് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആൻസർ ആലോചിച്ച് വെക്കാൻ, ഗസ് ചെയ്യാൻ ശ്രമിക്കാം. മൈ ഫേവറേറ്റ് ബുക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ വെബ് ഫ്രേസ്. ദ ബ്ലൂ സ്കൈ എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ബാക്കി വെബ് ഫ്രേസ്. കാരണം ഇവിടെ ഈസ് ഓക്സിലറി ആണ്. ലുക്സ് എന്നുള്ളത് വേർബാണ്. ദ ടോൾ ബോയ് ഇൻ ദ കോർണർ എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. കണ്ടോ, ഇവിടെ ഇൻ ദ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രിപ്പോസിഷൻസ് കൂടി എന്താണ്? ആ നൗണിനെ പറ്റിയാ പറയുന്നത്. കോർണറിലുള്ളത് എന്താണ്? ബോയ് ആണ്. സോ ഈസ് ആണ് ഇവിടുത്തെ ഓക്സിലറി സ്റ്റാർട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ റൗണ്ട് ചെയ്ത വേർഡുകളും അതിനുശേഷമുള്ളതൊക്കെ വെബ് ഫ്രേസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഒരു 9ാം ക്ലാസ്സിലേക്കുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നിഞ്ച ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓണം ഓഫർ ഉണ്ട്. 10% ഓഫറിൽ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ലഭിക്കും. എന്തിനാണ് നിഞ്ച ബാച്ച് എന്ന് വെച്ചാൽ ഇനി വരുന്ന ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മാർക്ക് വാങ്ങണം. അതിനേക്കാൾ ഉപരി ബേസ് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മുടെ 9. അതിനുവേണ്ടി നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നേരത്തെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ബാച്ച്. ലൈവ് ക്ലാസ്, റെക്കോർഡ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാമുകൾ തുടങ്ങിയിട്ടുള്ള ഇന്നാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയുള്ള കിടിലം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും പല രൂപത്തിലാണ് നിങ്ങൾക്ക് അതിന്റെ സെഗ്മെന്റുകളൊക്കെ ലഭിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇൻസ്റ്റാളാണ്, മൈൻഡ് മാപ്പ്. അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10% ഓഫർ കൂടി ലഭിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പറയാൻ വന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിന്റെ ആൻസറിലേക്ക് പോവാണ്. നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ അഡ്വർടൈസ്മെന്റ്
ഓൺ അഡോളസെൻസ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് വരെയാണ് ഇതിൻ്റെ ഓക്സിലറി മീൻസ് ഇതിൻ്റെ നൗൺ ഫ്രേസ് വരുന്നത്. എന്ത് നൗൺ ഫ്രേസ് വരുന്നത് അവിടെ വരെയാണ്. ഓക്കെ, ഇവിടെ ഈസ് വന്നതോട് കൂടിയിട്ട് അത് ഓക്സിലറി വേർബാണ്. അത് മുതൽ ഇവിടെ അതിന് ബാക്കിയുള്ള കംപ്ലീറ്റ് സംഭവങ്ങളും എന്തായിട്ട് മാറും? വേർബ് ഫ്രേസും അതുവരെ ഉള്ള ഭാഗങ്ങൾ നൗൺ ഫ്രേസുമായിട്ട് മാറുന്നു. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ ദ അഡോളസെന്റ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതിൽ എവിടെയും ഒരു വേർബ് വന്നിട്ടില്ല. എ ടൈഗർ ഷാർക്ക് അറ്റാക്ക്ഡ് ബെത്താനി. എ ടൈഗർ ഷാർക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. അറ്റാക്ക്ഡ് എന്ന് പറയുമ്പോഴേക്കും അത് വേർബായി. സോ ദാറ്റ്സ് എ വേർബ് ഫ്രേസ്. ഓക്കെ, ഈ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഇതിൻ്റെ നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മെഗാ മാരത്തോൺസുകൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ വരാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ ജെഡി. താങ്ക് യു. ലവ് യു ഓൾ. ബൈ.